അപരവൽക്കരണം അതിശക്തമായി തുടരുന്ന ഒരു ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വിദ്വേഷം വളർത്താനുള്ള ശ്രമങ്ങളെ തടുക്കാനായി മുന്നോട്ട് വരുന്ന മുസ്ലിം കഥാപാത്രമായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എത്തുന്നു എന്നതാണ് ലാൽ സലാം എന്ന ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷ. പക്ഷേ തിരക്കഥയെയും പ്രമേയത്തെയും കഥാപാത്ര സൃഷ്ടിയെയും തുടങ്ങി മൊത്തം മേക്കിങ്ങിനെയും ആഴമില്ലാതെ സമീപിച്ചിരിക്കുന്ന ഡയറക്ടർ ഐശ്വര്യ രജനീകാന്തിന്റെ ചിത്രം സാമൂഹ്യ സൗഹാർദ്ദത്തെക്കുറിച്ചുള്ള ചില ഡയലോഗുകളിലാണ് പിടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ ക്ലീഷേകളുടെ കുത്തൊഴുക്കുമായി എത്തിയിരിക്കുന്ന ഒരു ചിത്രം എന്നായിരിക്കും ഒരുപക്ഷെ ലാൽ സലാം വിളിക്കപ്പെടുക. പക്ഷേ സിനിമയ്ക്ക് പുറത്തുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ലാൽ സലാം ചെറിയ ആശ്വാസമാണെന്ന് പറയേണ്ടി വരും. സിനിമയെക്കുറിച്ചിട്ടുള്ള ആദ്യ വിവരങ്ങൾ വന്നതു മുതൽ മൊയ്തീൻ ഭായ് എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിൽ രജനീകാന്ത് എത്തുന്നു എന്നതായിരുന്നു പ്രധാനമായും വാർത്തകളിലും അല്ലാതെയും നിറഞ്ഞു നിന്നത്. സൂപ്പർ സ്റ്റാറിന്റെ സംഘപരിവാർ ചായവുകൾ കൂടുതൽ പ്രകടമാകുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ വാർത്താ പ്രാധാന്യം. സംഘിയായിരുന്നെങ്കിൽ രജനീകാന്ത് ലാൽ സലാം ചെയ്യില്ലായിരുന്നു എന്ന ഐശ്വര്യ രജനീകാന്തിന്റെ വാക്കുകൾ കൂടി വന്നതോടെ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാവുകയായിരുന്നു. ലാൽ സലാമിലെ മൊയ്തീൻ ഭായ് നല്ലവനായ ഇന്ത്യൻ മുസ്ലിമിനെയാണ് അവതരിപ്പിക്കുന്നത്. രജനീകാന്തിൻ്റേത് അതിഥി താരത്തിനപ്പുറം നായക തുല്യമായ വേഷമാണ്. ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം തകർത്തുകൊണ്ട് വോട്ട് ബാങ്ക് കൈക്കലാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് നേരിട്ടല്ലെങ്കിലും തടയിടാൻ ശ്രമിക്കുന്നത് മൊയ്തീൻ ഭായ് ആണെന്ന് പറയാം. ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം തകർക്കാൻ പണവും രാഷ്ട്രീയ അധികാരവും ചേർന്ന് നടത്തുന്ന കള്ളക്കളികളെക്കുറിച്ച് ഒരു ക്രിക്കറ്റ് മാച്ചിലൂടെ ചിത്രം പറയുന്നുണ്ട്. രണ്ട് സമുദായങ്ങൾ തമ്മിലുണ്ടാകുന്ന വിദ്വേഷത്തിനും കലാപങ്ങൾക്കും പിന്നിൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ഗൂഢലക്ഷ്യങ്ങളും മുൻനിർത്തിയുള്ള വർഷങ്ങളുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും സിനിമ കാണിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് നേടിയെടുക്കാൻ കഴിയാതെയാകുമ്പോൾ ഒന്നിച്ചു കഴിയുന്ന ജനങ്ങളെ പല കമ്പാർട്ട്മെന്റുകളായി തിരിച്ച് അതിലെ ഒരു ഗ്രൂപ്പിനെ വരുതിയിലാക്കാനാണ് പാർട്ടികൾ ശ്രമിക്കുന്നതെന്നും കാണാം. ഹിന്ദുത്വ പാർട്ടികളെ എടുത്തു പറയുന്നില്ലെങ്കിലും ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ അങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും. ദൈവം, മതം, ആഘോഷങ്ങൾ എന്നിവയെക്കുറിച്ചും വ്യത്യസ്ത മതങ്ങളുടെ ആഘോഷങ്ങളിൽ കൂടി പങ്കാളികളാകുന്നതിനെക്കുറിച്ചുമൊക്കെ സിനിമ പുരോഗമനപരമായും മനുഷ്യത്വം മുൻനിർത്തിയും സംസാരിക്കുന്നുണ്ട്. ചിത്രത്തിലെ പഞ്ച് ഡയലോഗുകളെല്ലാം വരുന്നത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സ്വന്തം ഗ്രാമത്തിലെ ഹിന്ദുക്കൾ അധികമുള്ള ഇടങ്ങൾ ഇന്ത്യയും മുസ്ലിങ്ങൾ കൂടുതലുള്ള ഇടങ്ങൾ പാകിസ്ഥാനുമാണെന്ന നിലയിലുള്ള ചില സംസാരങ്ങളെ രജനീകാന്ത് കഥാപാത്രം തടയുന്നുണ്ട്. അപരബോധവും വിദ്വേഷവും സൃഷ്ടിക്കാനേ ഇത്തരം പ്രസംഗങ്ങൾ ഉപകരിക്കൂ എന്നും ഈ കഥാപാത്രം പറയുന്നുണ്ട്. ഇതെല്ലാം വെച്ചു നോക്കുമ്പോൾ രജനിയുടെ ലാൽ സലാം പ്രസക്തമാണെന്ന് പറയാം, അതിലൊട്ടും സംശയിക്കാനില്ല. പക്ഷേ ഇപ്പറഞ്ഞതെല്ലാം മുദ്രാവാക്യം വിളികൾ മാത്രമായാണ് ലാൽ സലാമിൽ എത്തുന്നത്. ടോക്കണിസം പോലെയാണ് സിനിമയിൽ ഇവ കടന്നു വരുന്നത്. അവതരിപ്പിക്കുന്ന വിഷയങ്ങളെയും അവയുടെ വിവിധ വശങ്ങളെയും വലിയ ആഴത്തിൽ സിനിമ സമീപിക്കുന്നില്ല. സിനിമാറ്റിക് ഭംഗി നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ചിത്രം പറയുന്ന കാര്യങ്ങൾ കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുമോ എന്നത് ഒരു സംശയമാണ്. ലോജിക്കലായ ഒഴുക്കുകൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ട്. വ്യത്യസ്തമായ സീനുകൾ ഒന്നിനു പുറകെ ഒന്നായി ചേർത്ത് വെച്ചു എന്ന നിലയിൽ മാത്രമാണ് ഈ സിനിമയിൽ എത്തുന്നത്. ക്രിഞ്ച് അടുപ്പിക്കുന്ന പെർഫോമൻസുകളും സീനുകളും ചിത്രത്തിൽ ഉടനീളമുണ്ടായിരുന്നു. രജനീകാന്തും വിഷ്ണു വിശാലും വിക്രാന്തും തുടങ്ങി പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവരും മറ്റ് സഹതാരങ്ങളും ആരും മികച്ച പെർഫോമൻസ് നടത്തുന്നില്ല. മേക്കിങ്ങിലെ നാടകീയത അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസിനെയും ബാധിച്ചു എന്ന് വേണം പറയാൻ. വിഷ്ണു വിശാൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രമായ തിരുവിൻ്റെ അമ്മ കഥാപാത്രമാണ് അവരുടെ പെർഫോമൻസിലും കഥാപാത്രത്തിലും വല്ലാതെ ക്ലീശയാകുന്നത്. സിനിമയിലെ പല രംഗങ്ങളും 2-3 തവണ റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട്. വിവിധ കഥാപാത്രങ്ങൾ ആലോചിക്കുന്നതായാണ് ഒരേ രീതിയിൽ ഈ സീനുകൾ കടന്നു വരുന്നത്. ഈ റിപ്പീറ്റേഷനെങ്കിലും എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയിരുന്നെങ്കിൽ സിനിമയുടെ ലാഗ് അത്രയെങ്കിലും കുറയ്ക്കാമായിരുന്നു. ഒരു കാര്യവുമില്ലാതെ റൊമാൻറ്റിക് പാട്ടും ആ പാട്ടിൽ മാത്രം വരാനായി ഒരു സ്ത്രീ കഥാപാത്രവും ചിത്രത്തിലുണ്ട്. ആദ്യ അവസാനം സിനിമ ഒരേ ട്രാക്കിലാണ് നീങ്ങുന്നത്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് പ്രേക്ഷകർ വിചാരിക്കുന്നതിൽ നിന്നും അല്പം പോലും സിനിമ മാറി നടക്കുന്നില്ല. വളരെ പ്രെഡിക്റ്റബിൾ ആണ് ഈ സിനിമയിലെ ഓരോ ആക്റ്റും. ലാൽ സലാമിൻ്റെ ആസ്വാദനത്തെ കൂടുതൽ ബാധിക്കുന്നത് AR റഹ്മാന്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവുമാണ്. ഒരിടത്തും നിശബ്ദതയ്ക്ക് ഇടം നൽകാതെ തുടരെ പാട്ടുകളും കട്ടിക്ക് BGMഉം കയറി വരുന്നുണ്ട്. പാട്ടുകളെല്ലാം ഒരു പക്ഷേ മികച്ചതായിരിക്കാം, പക്ഷേ സിനിമയുടെ ഭാഗമായി അവ എത്തുമ്പോൾ ഓൾറെഡി ആവശ്യത്തിലേറെ ലൗഡായ സിനിമയെ വീണ്ടും അലോസരപ്പെടുത്തുന്ന അനുഭവമാണ് ഇത് നൽകുന്നത്. മലയൻ കുഞ്ഞിലും റഹ്മാന്റെ പശ്ചാത്തല സംഗീതം ഇത്തരത്തിൽ ആസ്വാദനത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു.
ചിത്രത്തിലെ മറ്റ് സാങ്കേതിക വശങ്ങളും വലിയ മികവ് പുലർത്തുന്നില്ല. ഒരുപക്ഷെ കഥ പറച്ചിലിലെ എഴച്ചിലും കെട്ടുറപ്പില്ലാത്ത അവസ്ഥയും ഇവയെയും ബാധിച്ചതാകാം. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ഇന്ത്യയിലിരുന്ന് മതസൗഹാർദ്ദത്തിൻ്റെ ആവശ്യകതയെയും ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങളെയും കുറിച്ച് ഇത്രയെങ്കിലുമൊക്കെ ഒരു മെയിൻ സ്ട്രീം നായകൻ, അതും ദി സൂപ്പർ സ്റ്റാർ, പറഞ്ഞു എന്ന നിലയിൽ ഈ സിനിമ പ്രധാനപ്പെട്ടതാണ്. സിനിമാറ്റിക്കലി കൂടി മികച്ചതായിരുന്നെങ്കിൽ ലാൽ സലാം കാലം അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമായേനെ. ലാൽ സലാം കണ്ടവർ തീർച്ചയായും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ പറയണം.